പ്രവിധ നമുക്കിനി മണിപ്പൂരിലേക്ക് പോകണം. അവിടെ നിന്നൊരു വലിയ വാർത്ത വരുന്നുണ്ട്. മണിപ്പൂർ ബിഷ്ണുപൂരിൽ ബോംബാക്രമണത്തിൽ കുട്ടികൾ മരിച്ചതിന് പിന്നാലെ വ്യാപക സംഘർഷമെന്നാണ് വാർത്ത വരുന്നത്. പ്രതിഷേധക്കാർ CRPF ക്യാമ്പിലേക്ക് ഇരച്ചു കയറി 2 ഓയിൽ ടാങ്കറുകൾ ഉൾപ്പെടെ 3 ട്രക്കുകൾക്ക് തീയിട്ടു. ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ CRPF നടത്തിയ വെടിവയ്പിൽ 2 പേർ കൊല്ലപ്പെട്ടു. സംഘർഷത്തിൽ 30 പേർക്ക് പരിക്കുണ്ട്. PR അരവിന്ദ് ഉണ്ട് ഡൽഹിയിൽ നിന്നും വിവരങ്ങളുമായി. അരവിന്ദ്, മണിപ്പൂർ വീണ്ടും അശാന്തിയിലേക്കാണോ? ഈ റിപ്പോർട്ടുകൾ അനുസരിച്ച് വലിയ സംഘർഷം അവിടെ നിലനിൽക്കുന്നുണ്ടല്ലേ? അനൂപ്, പ്രവിധ, വലിയ സംഘർഷാവസ്ഥ തന്നെയാണ് ഇപ്പോൾ മണിപ്പൂരിൽ നിലനിൽക്കുന്നത്. ഇന്ന് പുലർച്ചെ 1 മണിയോടുകൂടിയായിരുന്നു മണിപ്പൂരിലെ ബിഷ്ണുപൂരിൽ BSF ജവാന്റെ വീടിന് നേരെ ഒരു ബോംബാക്രമണം നടന്നത്. ആ ബോംബാക്രമണത്തിൽ 2 കുട്ടികൾ കൊല്ലപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് പ്രതിഷേധക്കാർ തെരുവിലേക്ക് ഇറങ്ങുകയും വലിയ രീതിയിലുള്ള അക്രമ പരമ്പരകൾക്ക് ബിഷ്ണുപൂരിൽ അഴിച്ചുവിടുകയും ചെയ്തത്. ഇതിന് പിന്നാലെ ജനക്കൂട്ടം ഇത്തരത്തിൽ CRPF ക്യാമ്പിലേക്ക് അടക്കം വിരച്ചു കയറുകയായിരുന്നു. അവിടെ എത്തിയ ഈ പ്രതിഷേധക്കാർ ഈ ക്യാമ്പിലുണ്ടായിരുന്ന ഓയിൽ ടാങ്കറുകൾക്കും അതുപോലെ തന്നെ 3 ട്രക്കുകൾക്കും തീയിടുകയും ചെയ്തു. പിന്നീട് ഈ പ്രതിഷേധക്കാർ പിരിച്ചുവിടാൻ വേണ്ടി CRPF ആണ് ജനക്കൂട്ടത്തിന് നേരെ വെടിയുതിർത്തത്. ആ വെടിവയ്പിൽ 2 പേർ കൊല്ലപ്പെട്ടു എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. അതേസമയം 30 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. എന്തായാലും വലിയ സംഘർഷ സാഹചര്യം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ മണിപ്പൂരിലെ 5 ജില്ലകളിൽ ഇപ്പോൾ ഇന്റർനെറ്റ് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും കൂടുതൽ സുരക്ഷാ വിന്യാസം ഈ മേഖലയിലേക്ക് നടത്തിയിട്ടുണ്ട് എന്നതാണ് മണിപ്പൂർ സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. നമുക്കറിയാം, മണിപ്പൂരിൽ കഴിഞ്ഞ 3 വർഷങ്ങൾക്ക് മുമ്പാണ് ഇത്തരത്തിൽ കലാപം പൊട്ടിപ്പുറപ്പെടുന്നത്. പക്ഷേ ഇപ്പോഴും അശാന്തിയുടെ വാർത്തകൾ തന്നെയാണ് മണിപ്പൂരിൽ നിന്ന് പുറത്തുവരുന്നത്. പ്രവിധ, അത് തന്നെയാണ്, അശാന്തിയുടെ കറുത്ത കരിമ്പടം മണിപ്പൂരിനെ വിട്ടുമാറുന്നില്ല. അത്തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത്. അരവിന്ദാണ് വിവരങ്ങൾ നൽകി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.